ഗണപതിയുടെ നാമത്തിലായാലും പറക്കുട്ടിയുടെ നാമത്തിലായാലും കരിങ്കുട്ടിയായാലും വിഷ്ണുമായ വീരഭദ്രൻ ആരാ നാമത്തിലായാലും ഇവർക്കൊക്കെ പല യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രക്ഷാകവചം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ ആവാഹിച്ച് കളഞ്ഞ് അവർക്കൊക്കെ എന്താ പറയുക, അവരേതായിട്ടുള്ള പ്രീതിപ്പെടുത്തലൊക്കെ നടത്തിക്കഴിഞ്ഞ് അവരെ സാന്നിധ്യം നമ്മൾ രക്ഷാകവചം ഏലസ് രൂപേണ ലോക്കറ്റ് രൂപേണ എങ്ങനെ വേണമെങ്കിൽ ആരാധിക്കാം കേട്ടോ. ശരിക്കും രക്ഷ എന്ന് പറയുന്നത് ശരിക്കും വെള്ളിയുടെ ഏലസ്, സ്വർണത്തിൻ്റെ ഏലസ്, ചെമ്പിൻ്റെ ഏലസ്, ഇരുമ്പിൻ്റെ ഏലസ് വരെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോ രോഗം അനുസരിച്ച് അതിൻ്റെ പൈസ കൂടുന്നു മാത്രം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യണത് സ്വർണത്തിൻ്റെ രക്ഷയാണ്. ആ രക്ഷ ധരിക്കാച്ചാലോ സാമീനെ പ്രാർത്ഥിച്ച് ദുരിതദോഷങ്ങളൊക്കെ ആവാഹിച്ച് കഴിഞ്ഞ് നമ്മൾ ആ രക്ഷ ധരിക്കാച്ചുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അത് ഒരു സംശയം. സ്വർണത്തിൻ്റെ ഏലസൊക്കെ വെച്ചാൽ 4 വർഷം നിൽക്കും കേട്ടോ. പിന്നെ അങ്ങനെ 2 വർഷം, 1 വർഷം, 1 മാസം അങ്ങനെ ആണ് അതിൻ്റെ കണക്ക്. അത് വിളിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ.